രാവിലെ അത്രയും ആക്കാം നമുക്ക്. പക്ഷെ ഇത് വരാൻ കഴിയില്ല. അന്ന് പ്രവാചകർക്ക് നേരെ സേവ ചെയ്ത വിഷയത്തെക്കുറിച്ച് ആണ് ചോദ്യം വന്നത്. അപ്പൊ എന്താണ് സേവ, എങ്ങനെയാണ് സേവ എന്നെല്ലാം വിശദീകരിച്ചു. അദ്ദേഹം തന്നെ പ്രവാചകൻ സേവ ചെയ്യപ്പെട്ട 6 മാസം ഭ്രാന്തായി നടന്നു എന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഹദീസിലുമില്ല, മുമ്പ് ഇല്ല എന്ന് പറഞ്ഞു. ആ സീഡി എറിയിട്ടുണ്ട്, അത് കേട്ടാൽ വ്യക്തമാണ്. 6 മാസം ഭ്രാന്തായി നടന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അങ്ങനെ ഹദീസിലില്ല എന്നുള്ളത്. പ്രവാചകന സേവനുമായി ബന്ധപ്പെട്ട കാലാവധിയെ പറ്റി പറഞ്ഞിടത്ത് 6 മാസം എന്നും 2 മാസം എന്നും 1 മാസം എന്നും ഒക്കെ ഹദീസിലുണ്ട്. ഇമാം മുഹമ്മദിന്റെ റിപ്പോർട്ടിലാണ് 6 മാസം എന്ന് വന്നത്. അന്ന് എവിടെയില്ല, ഹദീസിൽ ഇല്ല എന്നത് എന്താണ്? 6 മാസം എതിരെ ഭ്രാന്തായി നടന്നു എന്ന് ഹദീസിലില്ല. ആ സിഹർ മുഖേന പ്രവാചകർക്ക് ഭ്രാന്തായിട്ടില്ല, പ്രവാചക ബുദ്ധിയെ അത് ബാധിച്ചിട്ടുമില്ല. പ്രവാചകർക്ക് ഉന്മേഷക്കുറവും ചില സംഗതികൾ ചെയ്യാനുള്ള താല്പര്യക്കുറവുമാണ് പ്രവാചകർക്കുണ്ടായത്. വിശിഷ്യ ഭാര്യമാരെ സമീപിക്കാൻ എനിക്ക് എന്തോ ഒരു ഉന്മേഷക്കുറവ്, അതാണ് പ്രധാനമായും ഉണ്ടായത്. അല്ല സിഹർ ബാധിച്ച് ഭ്രാന്തായി വരുന്ന തിരിവുകൾ നടക്കാതില്ല. ആ തരത്തിലാണ് അന്ന് അയാൾ ചോദ്യത്തിൽ ഉന്നയിച്ചത്. അത് എവിടെയില്ല, ഒരു ഹദീസില്ല എന്ന് ഞാൻ പറഞ്ഞു. അതങ്ങനെ തന്നെയാണ്. പ്രവാചകന് സിഹർ ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയം അതിന് പേര് എത്രയാണ്? മാക്സിമം റിപ്പോർട്ടിൽ വന്ന് 6 മാസം, 2 മാസം എന്നും 1 മാസം എന്നും 40 ദിവസം എന്നും നമുക്ക് ഹദീസിലുണ്ട്. അത് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ ഉദാഹരണമായി ഫത്ഹുൽ ബാരിയിലൊക്കെ അത് കുറെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് കാലാവധി എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ. പ്രവാചകന് തുടങ്ങിയത് മുതൽ അവസാനം പൂർണ്ണമായും സുഖപ്പെടുന്നത് വരെയുള്ള കാലാവധി 6 മാസം. എന്നാൽ ആദ്യകാലങ്ങളിൽ അത് സിഹറാണ് എന്ന് പ്രവാചകർക്ക് അറിഞ്ഞില്ല, മനസ്സിലായില്ല. അതുകൊണ്ട് മറ്റെന്തോ അസുഖമാണെന്ന് കരുതി പ്രവാചകർ മറ്റു ചില ചികിത്സകൾ തേടി എന്നും ഹദീസിലുണ്ട്. ഉദാഹരണമായി ഹിജാമ, കൊണ്ടുവെക്കൽ, പ്രവാചകർ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് 2 മലക്കളുടെയും പ്രവാചകർ കേൾക്ക് അവർ പരസ്പരം സംസാരിക്കുകയും ആ സംസാരത്തിലൂടെ ഇദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് മലക്ക് ചോദിക്കുന്നു. അപ്പോൾ മറ്റേ മലക്ക് പറഞ്ഞു മത്ബൂബുൻ, സേവ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഈ മലക്ക് ചോദിക്കുന്നു എങ്ങനെയാണ് ചെയ്തത്, ആരാണ് ചെയ്തത്? മറ്റേ മലക്ക് പറഞ്ഞു ലബീദ് ഇബ്നു ഔസ് ജൂതയാണ് ചെയ്തത്. ഈത്തപ്പന കുലയും പ്രവാചകന്റെ മുടിയും ചേർപ്പും ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ മലക്ക് ചോദിക്കുന്നു മറ്റേ മലക്കോട് എവിടെയാണ് അതുള്ളത്? അപ്പോൾ മലക്ക് പറയുന്നു നർവാൻ എന്ന കിണറ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പുലിവിധി പറഞ്ഞു കൊടുക്കുന്നു. പ്രവാചക സ്വഭാവത്തിനെ പറഞ്ഞയക്കുന്നു, ആ കിണറ്റിൽ പരിശോധിക്കുന്നു, വസ്തു കണ്ടെത്തുന്നു, നശിപ്പിക്കുന്നു, കിണറ്റിലിട്ട് കിണറ് മൂടിക്കളയുന്നു. ഇത് മൊത്തം ഉള്ളത് 6 മാസം. സിഹറാണ് എന്ന് അറിഞ്ഞ് പ്രതിവിധി കിട്ടി അത് പ്രയോഗിച്ച് പൂർണ്ണമായും അതിന് മുക്തി നേടിയത് 1 മാസം. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് വൈവിധ്യമല്ല എന്നർത്ഥം. ഇതുപോലെ ഹിജറ വർഷം ആരംഭിക്കുന്നത് മുഹറം മുതലാണ്. നമുക്കറിയാലോ, ഇത് മുഹറം മാസമാണ് ഹിജറയുടെ 1ാമത്തെ മാസം. പ്രവാചകൻ ഹിജറ പോയത് റബീഉൽ അവ്വൽ മാസത്തിലാണ് അല്ലേ? പ്രവാചക ഹിജറ റബീഉൽ അവ്വലിൽ. പിന്നെ എന്തുകൊണ്ട് ഹിജറ വർഷം മുഹറം മുതൽ ആരംഭിച്ചു? ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിലാണ് ഹിജറ വർഷം കണക്ക് കൂട്ടാൻ തുടങ്ങിയത്. ഇവിടെ മുതൽ തുടങ്ങണം പല ചർച്ചകൾ വന്നു. അവസാനം തീരുമാനമായി ഹിജറ മുതൽ തുടങ്ങാം. കാരണം ഹിജറ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വേർതിരിവാണല്ലോ, പ്രധാനപ്പെട്ട ഒരു കാലമാണത്. ശരി, അവിടെ മുതലാവാം. എങ്കിൽ റബീഉൽ വരേണ്ടത് വലിയ മുഹറം. ഉമർ ഖത്താബ് പറഞ്ഞത് ഹിജറ റബീഉൽ ഹിജറയുടെ ഒരുക്കങ്ങളും തീരുമാനങ്ങളും തുടങ്ങിയത് മുഹറമിലാണ്. അതുകൊണ്ട് മുഹറമാണ് 1ാമത്തെ മാസം എന്നതുപോലെ അതൊരു ഉദാഹരണം മാത്രം. 6 മാസം ഹദീസിൽ കാണുന്നു. അത് മൊത്തം ഈ ഉന്മേഷക്കുറവ് അനുഭവപ്പെട്ടത് മുതൽ
പൂർണ്ണമായും സുഖപ്പെടുന്നവരെയുള്ള പേരിൽ മാക്സിമം റിപ്പോർട്ടിൽ വന്ന് 6 മാസം. അതിനർത്ഥം 6 മാസം ഭ്രാന്തായി നടന്നു എന്നല്ല. പ്രവാചകന്റെ ബുദ്ധിയെ അത് ബാധിച്ചിട്ടേ ഇല്ല. മാത്രമല്ല, ലോകത്തെ ഹദീസുകളുടെ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഈ ഹദീസ് തള്ളിക്കളഞ്ഞവർ ഒന്ന് മുഅ്തസിലികൾ, പിഴച്ച കക്ഷിയാണ് മുഅ്തസിലി. താബിഈയായ ഹസൻ ബസരിയുടെ സദസ്സിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയി റിബൽ ടീം ഉണ്ടാക്കിയ വാസിൽ ഇബ്നു അത്താ, അയാളുടെ അനുയായികളാണ് മുഅ്തസിലികൾ. അവർ സിഹർ നിഷേധിക്കുന്നവരാണ്. അവരാണ് ഇതിന് ആക്ഷേപം പറഞ്ഞവർ. അവരെ മുബത്തദിഉകൾ എന്നാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത്. ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. മുബത്തദിഉകൾ ഈ ഹദീസിനെ നിഷേധിച്ചിരിക്കുന്നു. സഹീഹ് ബുഖാരിയിൽ 6 പ്രാവശ്യം ഈ ഹദീസ് ഉണ്ട്. സഹീഹ് മുസ്ലിമിൽ 1 പ്രാവശ്യമുണ്ട്. അതിന് വ്യാഖ്യാനം എഴുതിയ ഇമാം നവവി സഹീഹ് മുസ്ലിമിലും പറഞ്ഞു ഹദീസ്. അതെ, മുബത്തദിഉകൾ ഈ ഹദീസിനെ നിഷേധിച്ചിരിക്കുന്നു. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു സാദുൽ മആദിൽ പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ ഈ ഹദീസ് നിഷേധിക്കുന്നു. അവർ ന്യായം പറയുന്നത് ഇത് പ്രവാചകർക്ക് ന്യൂനയല്ലേ, പോരായ്മയല്ലേ. എന്നാൽ കാര്യം അവർ പറയും പോലെയല്ല. പ്രവാചകർക്ക് വിഷം ബാധിച്ചിട്ടുണ്ട്, പല രോഗങ്ങളും ബാധിച്ചിട്ടുണ്ട്. ആ ഗണത്തിൽപ്പെട്ട രോഗമാണ് ഇത്. ഇത് പ്രവാചകന്റെ വഹ്യിനെയോ റിസാലത്തിനെയോ പ്രവാചക ബുദ്ധിയെയോ ഇതൊരിക്കലും ബാധിച്ചിട്ടില്ല. അപ്പോൾ ലോകത്ത് തെളിഞ്ഞ മനസ്സോടെ ഈ ഹദീസിനെ സ്വീകരിച്ച ഒരാളും ഇത് തള്ളിക്കളഞ്ഞിട്ടില്ല. അത് പക്ഷേ നോട്ടീസ് ഇറക്കിയ ആർക്കും പിന്നീട് ബോധ്യമായിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം എന്നുള്ളത്. അത് ചിലരൊക്കെ പറഞ്ഞിരുന്നു, ഞങ്ങളോട്ട് വരുന്നുണ്ട്, പ്രസിഡൻസിയുമായി ഏറ്റുമുട്ടലാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു അവര് വന്നത് മുതലാവുന്നു. പക്ഷെ അവരവർ കണ്ടില്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ഫത്തുൽ വായിക്കാം, ആ കാലാവധി കണ്ടോ. അദ്ദേഹം പറയുന്നത് റിപ്പോർട്ടിൽ 40 ദിവസം എന്നുണ്ട്, മറ്റു റിപ്പോർട്ടിൽ 6 മാസം എന്നുണ്ട്. ഇത് തമ്മിൽ സംയോജിപ്പിക്കാം. എങ്ങനെ പ്രവാചകന്റെ അവസ്ഥയിൽ വന്ന മാറ്റങ്ങൾ അത് തെളിവുകൂട്ടുകയാണെങ്കിൽ 6 മാസം. അത് സിഹറാണ് എന്ന് തീരുമാനമായി അതിന് പ്രതിവിധി തേടി ആൾക്ക് അതിൽ നിന്ന് പ്രതിവിധി കിട്ടിയത് നോക്കുമ്പോൾ 40 ദിവസം. എന്ത് ചെയ്യാം? അത് രണ്ടും നമുക്ക് ഏകോപിപ്പിക്കാം എന്നാണ്. എന്നാൽ മറ്റൊരു റിപ്പോർട്ടിൽ നാം സുഹൈലി പറയുന്നു, ലം അഖിഫ് ഫീ ശൈഇൻ മിൻ അഹാദീസിൽ മശ്ഹൂറ അലാ ഖത്ലത്തി മക്കസ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിഹാ ഫി സിഹ്രി ഹത്താ ലഫിഖ്തു ബിഹി ഫീ ജാമിഅ മഅ്മർ. നബിക്ക് സിഹർ ബാധിച്ചുകൊണ്ട് എത്ര മാസം കഴിച്ചുകൂട്ടിയെന്ന് വ്യക്തമായ റിപ്പോർട്ട് ഞാൻ ആദ്യം കണ്ടിരുന്നില്ല. പിന്നെ ഞാൻ അത് കണ്ടു സുഹറിൽ നിന്ന്. അന്ന് നബി 6 മാസം കഴിച്ചുകൂട്ടിയെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അപ്പൊ അത് ഈ രൂപത്തിലാണ് പണ്ഡിതൻ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അത് ന്യായമാണ് താനും. രണ്ടാമത്തെ പ്രാർത്ഥന കേൾക്കുന്ന വിഷയമാണ്. പ്രാർത്ഥന കേൾക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്താണ്, കേൾവി എന്താണ്, അത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വായുടെ വരുന്ന ഈ വാചകമല്ല. ആ വാചകം കൊണ്ട് മാത്രം പ്രാർത്ഥന ആകണം എന്നുമില്ല. പള്ളിക്ക് കുറെ ആളെ വിളിച്ചു കൂട്ടിയിട്ട് ഖലീൽ ബുഖാരി പ്രാർത്ഥിക്കുന്നു, എല്ലാവരും ആമീൻ പറയുന്നു. അയാളുടെ മനസ്സിൽ മുഴുവൻ പക്ഷേ ഇപ്രാവശ്യത്തെ എത്ര കിട്ടുക, കഴിഞ്ഞ വർഷം കോടികൾ കിട്ടി, ഇപ്രാവശ്യം എത്ര കിട്ടാന്നുണ്ടാവുള്ളൂ. നയും വിളിയും കരച്ചിലൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ ചിലപ്പോൾ അല്ലാതെപ്പറ്റിയുള്ള ചിന്തയില്ല, പൈസ മാത്രം ചിന്തിക്കുന്നതാവുള്ളൂ. അത് പുറത്തേക്ക് ഞങ്ങളെ പറ്റിക്കാനുള്ള ചില നാടകങ്ങളെ ആവുള്ളൂ. അത് കൽബറിയാത്ത തേട്ടമാണ്. ആ പദം പ്രാർത്ഥനയാണ്. ആ പദം ജിന്നും മലക്കും മാത്രമല്ല നമ്മളൊക്കെ കേൾക്കും.
നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, പഠിച്ചവരെ കൊടുത്തു തരണേ. ഞങ്ങൾക്ക് ആമീൻ പറഞ്ഞു. എന്തുകൊണ്ട്? അതൊക്കെ കേട്ടു. അതുകൊണ്ട് ഞങ്ങൾക്ക് ദുആ കേൾക്കുന്നതാണ് എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പൊ ദുആ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഈ ബാഹ്യമായ പദങ്ങൾ കേൾക്കുക എന്നാണ്. അത് തർക്കമില്ലല്ലോ. അത് ജിന്നും മലക്കും മാത്രമേ കായക്കൊടിയും കേൾക്കും. അത് ചെവിയുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും. എന്നാൽ ആ അർത്ഥത്തിൽ ആയിക്കൂടെ പറഞ്ഞത് ആ അർത്ഥം അല്ല. സൂപ്പർ മസാർ എന്ന സ്ഥലത്ത് വെച്ച് നടത്തിയ മുഖാമുഖത്തിൽ ഈ വിഷയം ചോദ്യം വന്നു. എന്റെ രണ്ടാമത്തെ മുഖാമുഖം അതാണ്. ആ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയുടെ ബാഹ്യമായ പദങ്ങളാണ് അവരെല്ലാം കേൾക്കുന്നത്. പ്രാർത്ഥന ഒരു മനുഷ്യന്റെ കൽബിൽ നിന്നാണ്. കൽബ് അറിയാൻ റബ്ബിനെ കഴിയൂ. ഇവർ ആത്മാർത്ഥമായിട്ടാണോ, ഇവരുടെ ഉദ്ദേശമെന്ത്, ഇവരുടെ വിശ്വാസമെന്ത് എന്നൊക്കെ റബ്ബിനെ അറിയൂ. ഇപ്പോൾ അമൃതാനമയ്യോട് ഞാൻ പോയി പ്രാർത്ഥിക്കുന്നു, ഭക്തനായി അഭിനയിക്കുന്നു. അവർ വിശ്വസിക്കും ഇവന്റെ ഭക്തനാണ്. അവന് ചെറുപ്പത്തിലേക്ക് ചില ഔദാര്യങ്ങൾ അവളുടെ വക പാസ്സാക്കി കൊടുക്കും. ഇതിന്റെ ആവശ്യം എന്തേ ഉള്ളൂ? അവളിൽ നിന്ന് ചില ആനുകൂല്യം പറ്റണം. എല്ലാത്തിനും ഉള്ളിൽ ഒരു പക്ഷെ അമ്മയെ പറ്റി ഒരു വിശ്വാസം ഉണ്ടാവില്ല. ചിലപ്പോ ഇവൾ തട്ടിപ്പുകാരിയാണ് എന്ന് ഒന്നുള്ളിലുണ്ടാവുകയും ചെയ്യും. അമ്മ കേൾക്കുന്നെന്താ? ഇവന്റെ പുറത്തേക്കുള്ള ഈ ആയുധവും ഇവന്റെ ഈ പദങ്ങളും ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ബാഹ്യമായ രൂപത്തിൽ അവൾ അറിയുന്നത്. ഉള്ളിൽ എന്നെ പറ്റിക്കാനാണോ, ഇത് ഭക്തനാണോ, വിശ്വാസിയാണോ എന്നൊന്നും അവൾക്കറിയാൻ കഴിയില്ല. അപ്പോൾ പ്രാർത്ഥന കേൾക്കുക എന്ന് പറഞ്ഞാൽ ഈ ബാഹ്യമായ പദം കേൾക്കണമല്ല. അത് ഞാൻ സൂപ്പർ ബസാറിൽ വിശദീകരിച്ചു. എന്ന് ഞാൻ പറഞ്ഞു, ബാഹ്യമായ വചനങ്ങൾ കേൾക്കും, വിളികൾ കേൾക്കും. ദുആ കൽബിൽ നിന്നാണ്. അത് അറിയാനും കേൾക്കാനും ഉത്തരം ചെയ്യാനും റബ്ബിന് മാത്രമേ കഴിയൂ. നാസസുല്ലമി പുളിക്കൽ വെച്ച് എന്റെ ഈ ക്ലിപ്പിട്ടു. നിങ്ങൾ പിന്നെ കണ്ട് ഇയാളൊരു വിവരക്കേട്, ഇയാൾ പറഞ്ഞ വിളി കേൾക്കും, ദുആ കേൾക്കൂല എന്ന് പരിഹസിച്ചു. അപ്പോൾ ഒരു ചോദ്യകർത്താവ് ചോദ്യം ഉന്നയിച്ചു, ദുആ കേൾക്കുമെന്നാണോ നിങ്ങളുടെ വിശ്വാസം? അപ്പോൾ നാസസുല്ലമി പറഞ്ഞു, അതേ, ദുആ കേൾക്കും, ജിന്നും കേൾക്കും, മലക്കും കേൾക്കും, എന്നെല്ലാം മനസ്സറിയും വൈബറിയും എന്ന് നാസസുല്ലമി പറഞ്ഞു. അതാണ് അപകടം. പിന്നെ പറഞ്ഞ് ഒപ്പിക്കാൻ നോക്കി. അത് ബാഹ്യമായ ഈ വിളി കേൾക്കുമെന്ന് ഞങ്ങളും ഉദ്ദേശിച്ചുള്ളൂ. ഇതെന്താ ഇപ്പത്തെ ഉദ്ദേശിച്ചത്? മാത്രമല്ല, AP അബ്ദുൽ ഖാദിർ ഒരു ഫോൺ ചോദിച്ചു, ഇല്ല ചില മനുഷ്യന്മാരൊക്കെ ഇപ്പോ അല്ലാഹുവില്ലാത്ത ദുആ കേൾക്കുന്നു പറയുന്നുണ്ടല്ലോ. ആ മനുഷ്യന്മാർ ഏതാന്ന് പറഞ്ഞില്ല. AP വിചാരിച്ചത് ഏതോ ജിന്നിയാണ്, സംഗതി ശൈത്താനിന്റെ നിപ്പിക്കറിയില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞ മഹാതോന്യാസാണ്. ഞാൻ ഓർക്കുന്ന മാപ്പ് കേൾപ്പിക്കാൻ വെച്ചാൽ മാപ്പ് പറയാൻ യോഗ്യം വിളിക്കും മകർ. ആ ഫോൺ വിളിപ്പിച്ച് അത് കേൾപ്പിച്ചു. ഏറ്റവും കാലം വഴി ഫോൺ ചോദിച്ചു, ഇന്ന ചില മനുഷ്യന്മാർ ഇപ്പൊ പറയുന്നുണ്ടല്ലോ. അത് അദ്ദേഹം വിശദീകരണം കേൾക്കുന്നത്. ഫോൺ എടുത്തോട്ടെ. തിരക്കിലാണോ? ബുദ്ധിമുട്ടുണ്ടോ? വേറെന്താ സുഖല്ലേ? വേറെ ഞാൻ രണ്ടത്താനൊക്കെ നമ്മൾ പ്രവർത്തകനാണ്. വേറെന്താ സുഖല്ല? നമുക്ക് ആണോ? അൽഹംദുലില്ലാ. വേറെ എന്തൊക്കെയാണ് വിഷയങ്ങൾ? ചോദ്യം ഒന്നല്ല, ഞാൻ കേൾക്കാനല്ല, ഒന്നും ഞാൻ ഒരു കാര്യം കേൾക്കാൻ വേണ്ടി വിളിക്കാം. ഉറപ്പൊന്നും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അവർ ദുആ കേൾക്കുക. അത് കൂടാൻ പോകാനല്ലേ എന്റെ ഒരു സമയം അത്തജാബൂലക്കും നിലനിൽക്കുവാമത്തി മക്ഫൂരെ വിശ്വസിക്കും. അയ്യ അവർക്ക് കേൾക്കൂലാന്ന് കേൾക്കൂല. സാധാരണ കഴിയില്ല. ശരിയല്ല. ഈ നിങ്ങൾ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മൾ കേൾക്കൂല.
കേൾക്കില്ല ഞാൻ കുറുകാനോട് പറഞ്ഞത് കഴിയൂ അയവാ. അപ്പൊ അങ്ങനെ തന്നെയാണ് അതിന്റെ വ്യക്തത. മലക്കാളും ജില്ലകളും മനുഷ്യരുടെ ദുആ കേൾക്കാൻ കഴിയൂല കഴിയൂലെന്നാണ്. അല്ല ഇപ്പോ അതിന് ഇത് പുതിയ വല്ല തെളിവുണ്ട് നോക്കട്ടെ എന്തെങ്കിലും നോക്കി അത്ര കേൾക്കാൻ പറ്റുന്ന വല്ല തെളിവുണ്ടോന്ന് ഉണ്ടാക്കിക്കളാന്ന് അറിയില്ലല്ലേ. ഓക്കെ എന്നാ ശരി. അപ്പൊ എന്തോ ഏറ്റവും ആയത്തൊരു പറഞ്ഞു ദുആ ചെയ്താൽ ആ ദുആ കേൾക്കില്ല. നാസസുല്ലമി ആയത്തോടി പറഞ്ഞു ദുആ ചെയ്താൽ കേൾക്കും. ഏതായത്ത് ഇന്ദുആക്കും. അയാൾ പറയുന്നത് ഇന്ദും ദുആ ചെയ്താൽ ദുആക്കും ദുആ കേൾക്കില്ല. അത് ബിന്ദനെ പറ്റിയാണ്. പിന്നെ അന്ന് ഉടനെ എന്ത് പറയുന്നു കേട്ടാൽ തന്നെ അപ്പൊ കേൾക്കുന്ന മനസ്സിലായില്ലേതാ അത് ജിന്നും മലക്കൊക്കെയാണ് അയാളെ കണ്ടുപിടുത്തം. ഈ കാലണ്ടറെ നമ്മൾ പറഞ്ഞെന്താ ഓരോ സ്ഥലവും കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യില്ല എന്ന് ഇയാൾ പറഞ്ഞു. ഭാവിയിൽ ചില ആളുകൾ വരുന്ന അല്ലാക്ക് അറിയാം കേൾക്കുക എന്ന് പറയുന്നവർ. അതുകൊണ്ടല്ല എന്ത് പറഞ്ഞത് ഓരോ സ്ഥലവും കേട്ടാൽ തന്നെ പറഞ്ഞത്. കോട്ടക്കൽ സംഭവത്തിൽ ഖുറാഫികൾ പറഞ്ഞു ദുആ ചെയ്താൽ കേൾക്കില്ല. പക്ഷെ നിങ്ങളെപ്പോലെ മനുഷ്യന്മാർ വരുന്ന അറിയാം. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു കേട്ടാൽ തന്നെ അവ കേൾക്കുന്ന മനസ്സിലായി. ആ ഖുറാഫികൾ അതേ പദം പുലിക്കളിൽ നാസസുബി പറഞ്ഞു. പിന്നെ കായക്കുടിക്ക് നിവൃത്തില്ല. ചോദ്യമല്ലപ്പോ കായക്കുടി പറഞ്ഞു. കായക്കുടി ചോദിച്ചു ദുആ കേൾക്കുവാൻ. അപ്പൊ കായക്കുടി പറഞ്ഞു വലിയ മാറ്റി കേൾക്കുന്നല്ലേ പറഞ്ഞത്. കേൾക്കുന്നല്ലേ പറഞ്ഞത് ആണ് ഈ ചാനല്. അപ്പൊ ആ ചാനലാണ് ഇപ്പൊ ദീന്. ഇപ്പൊ ഗ്രാൻഡ് മുഫ്തി നാസസുല്ലമിയ മൂപ്പന് പറഞ്ഞ അത് വിശ്വസിച്ചെടുക്കുക വേറെ നിവൃത്തില്ല. അയാളിപ്പൊ പകലാതെ പകലല്ലേ ഇപ്പൊ ഇരിക്കണായി ചിലപ്പോ പിന്നെ ഗ്രഹണൊക്കെ ഇരിക്കുന്നതായിക്കൂടെ എന്നിട്ട് ഇപ്പൊ പറഞ്ഞൊപ്പിച്ചതാ സമീര മാത്രമില്ല. അവിടെയാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അപ്പൊ ദുആ കേൾക്കുക എന്ന അല്ലാഹുവിന്റെ വിശേഷമാണ് സമീഉ ദുആ കേൾക്കുന്നവൻ. അത് റബ്ബിന് മാത്രമേ ഉള്ളൂ, മറ്റാർക്കുമില്ല. മറ്റാത്മാർത്ഥതയില്ലെന്നും അറിയില്ല. അത് ശൈത്താനും കേൾക്കും, ജിന്നും കേൾക്കും, മലക്കും കേൾക്കും, മനുഷ്യനും കേൾക്കും, എല്ലാവരും കേട്ടേക്കാം. അത്രേ ഉള്ളൂ. അല്ലാതെ ദുആ കേൾക്കാൻ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഇതിനെ കുറിച്ചാണ് പ്രയോഗിക്കുന്നത്. അത് റബ്ബിന് മാത്രം ഉള്ളതാണ്. ശരി, നേരത്തെ ചോദിച്ചാലും ചോദ്യം പിന്നെ വ്യക്തമായിട്ടില്ല. മുജാഹിദ് ഏത് മതത്തിലാണ് അംഗീകരിക്കുന്നത്? അതുമില്ല വേറൊരു കാര്യം എല്ലാം ചെയ്തോണ്ട് ഒരുമിച്ച് ചെയ്യുന്നു. ആൻസർ ഒരുപാട് നേരമുണ്ടല്ലോ. ഖുർആനിലെ പെണ്ണുങ്ങളുടെ മുഖം ഔറത്ത് എന്ന് പറയുന്നത് മുഖത്തിന്റെയും വീശുന്ന ഭാഗമാണ് എന്നാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞിരിക്കുന്നത് യാ അയ്യുഹന്നബി 59-ാമത്തെ ആയത്ത്. അതിന്റെ അറിയാൻ ആയത്ത് നമ്മുടെ വിഷയം പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് ചോദിക്കും. ഇപ്പൊ മസ്കല പഠിക്കാനാണെങ്കിൽ ഫോളോമ്പ് വരാം, ഇത് വിളിക്കാം. അല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞിട്ട് സംസാരിക്കാൻ ഓക്കെ, കുഴപ്പമില്ല. ഏത് വിഷയം ചോദിക്കാം. നല്ല മനസ്സാണ്, അന്വേഷിക്കാം. ഫോൺ നമ്പർ നൽകാം, ഒരു തൊഴിലും വിളിക്കാം. അതൊന്നും വിരോധമുള്ള കാര്യമല്ല. ഇനി ഇവിടെയും സഞ്ചാരമുണ്ട്. ഇവരൊക്കെ വിശാലക്കാൻ തയ്യാറാണ്. ഇനി എപ്പോഴും വേണമെങ്കിലും ഏത് വിഷയത്തിൽ സംശയമുണ്ടെങ്കിലും ഇവിടെ കബീർമണിയുണ്ട്, നിസ്സൂരിയുണ്ട്. ഇവരൊക്കെ ബന്ധപ്പെട്ടാൽ എനിക്ക് ആ വിഷയത്തിൽ ക്ലിയറാക്കാൻ കഴിയും. അതേപോലെ ജാമ്യത്തിൽ ഇസ്ലാമിയുണ്ട്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി, അവരൊക്കെ അവിടുത്തെ വിദ്യാർത്ഥികളാണ്. ഇവരൊക്കെ അവർക്ക് ഉപയോഗപ്പെടുത്താം. ഇവർക്കും നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്താൽ ആ നിലക്കും ഇൻഷാല്ല ബന്ധപ്പെടാം. തഫ്സീർ വേണമെങ്കിൽ വിശദീകരണം നൽകാം. അതുകൊണ്ട് അത്തരം മസ്അലകൾ ഇൻഷാല്ല നമുക്ക് ഈ ഇത്രയും പ്രധാനപ്പെട്ട സമയം നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടതില്ല.
ഈ വിഷയമാണ് ക്ലിയർ ആവേണ്ടത്. മദ്ഹബ് അല്ലാഹു റസൂലിന്റെ മദ്ഹബാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ആ മദ്ഹബ് മനസ്സിലാക്കാൻ സ്വഹാബത്തിലെയും താബികളെയും താബികളെയും എല്ലാം വിശദീകരണ രീതിയാണ് അംഗീകരിക്കാറുള്ളത്. അത് പ്രകാരം നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നു. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ക്ലിയറാക്കാം. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വല്ലതുമുണ്ടെങ്കിൽ താങ്കൾക്ക് ചോദിക്കാം. നേരത്തെ ഒരു ക്ലിപ്പ് കാണിച്ചായിരുന്നു, 2-3 ക്ലിപ്പ് നേരത്തെ കാണിച്ചായിരുന്നു. അപ്പോ അതിന് സംസ്ഥക്കാരെ കുറിച്ച് പറഞ്ഞു. ഞാൻ സംസ്ഥക്കാരനല്ല. അപ്പോ അതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ പ്രാർത്ഥന അവരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അവര് സ്വർഗത്തിൽ പോകാനുള്ളതാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ്, അവര് സ്വർഗത്തിൽ പോകണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ ആ ക്ലിപ്പിട്ടപ്പോ ഇവിടെ എല്ലാവരും ചിരിക്കുകയാണ്. ഒരു ദൂതന്റെ ജനാസ നബിസല്ലല്ലാഹു കരയാണ് ചെയ്ത്. അപ്പൊ അത് കണ്ടിട്ട് കരയാണ് ചെയ്യാനുള്ള, മറിച്ച് ഇവിടെ എല്ലാവരും ചിരിക്കുകയാണ് ചെയ്ത്. അത് മാത്രമല്ല, അവർ രോഗം കൂടുതലുണ്ടായി, അവർ തെറ്റുകൾ കൂടുതൽ തെറ്റായ കാര്യങ്ങൾ പറയും, തെറ്റായ രീതിയിൽ അവർ വിളിച്ചു പറയും, അങ്ങനെ ചെയ്യുള്ളൂ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടെ പറഞ്ഞത്, മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔന്റെ കയസർ പറഞ്ഞത്, മൂസ നീ ഫിർഔന്റെ അടുക്കലേക്ക് പോകണം, എന്നിട്ട് മയമായ രീതിയിൽ നീ അവനെ ക്ഷണിക്കണം. ഫിർഔൻ ആരാണ്? വലിയ രാജാവാണ്. കഠിന ഹൃദയമുള്ള രാജാവിന്റെ അടുത്ത് നീ പറയേണ്ടത് മയമായ രീതിയിൽ പറയണമെന്നാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങനെയാണോ ദാവത്ത് ചെയ്യേണ്ടത്? ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ. അവരും സ്വർഗത്തിൽ പോകേണ്ടവരല്ലേ? അവരെ കളിയാക്കിയാൽ അവരെങ്ങനെയാണ് ശരിയായ പാതയിലേക്ക് വരുന്നത്? മയമായ രീതിയിലാണ് പറയേണ്ടത്. പക്ഷെ പറയേണ്ടത് എന്താണ്? മൂസാ ഇസ്ലാം ചെന്ന് പറയേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫിർഔൻ പഴച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നെ റബ്ബിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്, നീ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? നീ ജനങ്ങളെ അടക്കി ഭരിച്ച് അത് ശിക്ഷിക്കരുത്, നീ അങ്ങേയറ്റം വലിയവരാണ്. ഇതാണ് മൂസാ ഇസ്ലാം പറഞ്ഞത്. അപ്പൊ പറയേണ്ട കാര്യം എന്താണെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. പറയേണ്ട ശൈലിയാണ് നയമായ ശൈലി. അതുകൊണ്ടാണ് താങ്കൾ ഇത്ര മാന്യമായി നമ്മൾ സംസാരിക്കുന്നത്. ഖൗലുൽ ലയ്യിൻ ഫഖുലാഹു ഖൗലുൽ ലയ്യിൻ എന്ന് പറഞ്ഞ് ആ അർത്ഥത്തിലാണ്. അത് ഓരോ സമയവും സാഹചര്യം പറയുന്നതനുസരിച്ച് പറയും. ഇത്തരം മുസ്ലിയാക്കന്മാരൊക്കെ ചെന്ന് കണ്ട് തൗഹീദ് പറയുന്നത് അയൽവാസ് കൂടുതൽ ഞങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്. കാന്തപുരത്തിലടക്കം എല്ലാ മാസവും ഇസ്ലാഹി മാസിക ഫ്രീ ആയി ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. സത്യസന്ദേശം പബ്ലിക്കേഷൻ എല്ലാ പുസ്തകങ്ങളും കാന്തപുരത്തിനും പൗരൂരിനും ശ്രീനാഥ് സഖാഫിക്കും അലീം സഖാഫിക്കും എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ കിട്ടുമ്പോൾ ആ നിലക്ക് സംസാരിക്കാറുമുണ്ട്. എന്നാൽ അവരൊക്കെ വലിയ മഹാന്മാരായി മനസ്സിലാക്കുന്ന ജനവിഭാഗം, അവരൊക്കെ പിന്നാലെ കൂടിയാൽ സുഹൃത്തിലേക്ക് എത്താമെന്ന് വിചാരിക്കുന്നവർ, അവർ ചെന്നപ്പെട്ട ചതിക്കുഴിയുടെ ആഴം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരാൾ കിണറ്റിലേക്ക് വീഴാൻ പോകുമ്പോ അവിടെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് മരിച്ചുക ചെയ്യാം. അവിടെ പക്ഷെ മയം പ്രയോഗിക്കണം എന്നില്ല. അവിടെ തൽക്കാലം രക്ഷപ്പെടുത്തലാണ് ആവശ്യം. റോഡ് ക്രോസ് ചെയ്യുന്ന ഒരാള് വണ്ടി ചെരിപ്പാങ്ങി വരുന്നു, ചാടിക്കേറി പിടിച്ചു വെച്ചിരുന്നു. ഒരുപക്ഷെ ആ നിലയിലെ പാകത്തിൽ മരിക്കും പറ്റും. എന്നാലും അത് അകത്ത് കാര്യമാക്കാറില്ല. അങ്ങനെ കണ്ടും കേട്ടും കളിയാണ് ഞങ്ങളൊക്കെയും ഇങ്ങോട്ട് വന്നത്. ഇത്തരം കാര്യത്തിൽ തന്നെയാണ്. അപ്പൊ അത് ശരിയായ ശൈലി തന്നെയാണ്. പക്ഷെ അവിടെ വ്യക്തികളെ പ്രചോദനം ചെയ്യലും വ്യക്തിഹത്യ നടത്തലുമാണ് ഉദ്ദേശമെങ്കിൽ അത് ശരിയല്ല. ഇനി സുഹൃത്ത് ഈ ദൈവത്ത് ശരിയല്ലെങ്കിൽ പിന്നെ ശരിയായ ദൈവത്ത് ഉണ്ടാകണമല്ലോ. അത് നമ്മളെവിടെയും കാണുന്നില്ല. തബ്ലീഗുകാര് ദൈവത്തെ പറയുന്നു, പക്ഷെ അവർ എവിടെയെങ്കിലും നയമായ ശൈലിയിൽ ഒരു തൗഹീദ് പറയായി കേൾക്കാൻ കഴിയുന്നില്ല. ഒരു സീഡി പോലും ഇവരെ കൊണ്ട് കൊടുക്കാൻ എന്തെങ്കിലും എനിക്കറിയില്ല. ഒരാൾക്ക് നല്ല നയമായി പറഞ്ഞ തൗഹീദിന് സീഡി കേട്ടുള്ളൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുക്കാൻ ഒരു സീഡി പോലും തബ്ലീഗുമായത്തിനായിട്ട് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുസ്തകങ്ങൾ ഒഴിവാകട്ടെ, ഫലാഹിന്റെ പുസ്തകമാണ്, അത് കംപ്ലീറ്റ് ഖുറാഫാത്തുമാണ്. വഹീഫ് മൗലവിയുമായ ധാരാളം കള്ളക്കടലിൽ കുത്തിനിറച്ച ഇസ്ലാമിനെ നശിപ്പിക്കാൻ പറ്റാവുന്ന പുസ്തകങ്ങളാണ് ഫലാഹി കിതാബുകൾ. തബ്ലീഗ് ജമാഅത്തിന്റെ കൂടെ
ദൈവത്തിന് വേണ്ടി അവരുടെ ആ ഒരു യാത്രയിൽ, ദൈവയാത്രയിൽ പോയ ആളും കൂടിയാണ് ഞാൻ. അപ്പൊ ആ ദൈവത്ത് അത് യഥാർത്ഥത്തിൽ ഒരു ദൈവത്തല്ല. ഏത് സോഴ്സിൽ നിന്ന് ദൈവം മനസ്സിലാക്കണോ ആ സോഴ്സിൽ നിന്നല്ല തബ്ലീഗുകാർ ശിർക്കിനെതിരെ തബ്ലീഗമായിട്ടൊന്നും ചെയ്യുന്നുമില്ല. അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ശരിയാണ്. നമസ്കരിക്കാൻ വിളിക്കുന്നുണ്ട്, ശരിയാണ്. നമസ്കരിക്കാൻ വിളിക്കുന്നുണ്ട് ആദ്യം പറയേണ്ടത് തൗഹീദാണ്. മുആദ് ജബൽ റളിയല്ലാഹു അൻഹു ഇതിനെ യമനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ പ്രവാചകൻ നൽകിയ ഉപദേശം ഇന്നഹു തഖ്ദുമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരായ ആളുകളിലേക്കാണ് താങ്കൾ ചെല്ലുന്നത്. അതുകൊണ്ട് ഫൽതകുൻ അവ്വല മാ തദഊഹും ഇലൈഹി ശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവാക്യത്തിലേക്കാണ്. ഫൈൻ അറഫു ദാലിക, അവർ അത് അറിഞ്ഞ് അംഗീകരിച്ചാൽ നീ അവരെ അറിയിക്കുക അല്ലാഹു തആല 5 വഖ്ത് നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന്. അപ്പോൾ നമസ്കാരം പറയും മുമ്പ് തൗഹീദാണ് പറയേണ്ടത്, ശിർക്കിന്റെ ഗൗരവമാണ് പറയേണ്ടത്. അത് പറയുന്നവർ മുജാഹിദുകൾ മാത്രം, ഒന്നും വേണ്ട, പ്രാർത്ഥന അല്ലാഹുവിന് മാത്രം എന്ന ഹെഡിങ്ങിൽ നമ്മുടെ നാട്ടിൽ സമസ്തക്കാര് പ്രോഗ്രാം വെക്കാറുണ്ടോ? ജമാഅത്തുകാർ വെക്കാറുണ്ടോ? തബ്ലീഗുകാർ വെക്കാറുണ്ടോ? മലമൂലികൾ വെക്കാറുണ്ടോ? ഇപ്പൊ കോക്കസുകാർ വെക്കാറുണ്ടോ? ഇല്ല, മുജാഹിദുകൾ മാത്രമേ അത് വെക്കുന്നുള്ളൂ. അതാണ് തൗഹീദിന്റെ ബേസ്. അത് പറയാറുണ്ടോ തിരുത്തേണ്ടതാണ്, ന്യായീകരിക്കേണ്ടതില്ല. തബ്ലീഗുകാരെ കുറിച്ച് പറയാനുണ്ടായി. അപ്പോഴത്തെ ഞാനിങ്ങനെ എന്റെ വാപ്പ മുൻപ് ശബരിമലയിൽ വരെ പോയിട്ടുണ്ട്. 3 മാസം വാപ്പ ജമാഅത്ത് പോയതിനു ശേഷമാണ് എന്നെ ഹാഫിലാക്കി. ഇന്ന് വാപ്പായി മക്കയിലും മദീനയിലാണ് ഹജ്ജിന് വേണ്ടിയിട്ട് പോയത്. അപ്പോ അന്ന് ജമാഅത്ത് വിളിച്ചുകൊണ്ട് പോയില്ല തന്നെ ഇന്ന് ഞാൻ ഹാഫിലാവുമായിരുന്നു. വാപ്പ ശബരിമലയിൽ പോയ ആളാണ്. എന്റെ അനിയത്തി ഹാഫിലാണ്, അനിയൻ ഹാഫിലാണ്. ഞാൻ അത് പറയുന്നല്ല, നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ കൊള്ളായിലെ കിതാബില് ഹദീസിൽ ഇങ്ങനെ കുത്തി നിറച്ചിരിക്കുന്നു, മറ്റേ കുറിച്ച് കള്ളക്കഥയുടെ കുത്തി നിറച്ചിരിക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെ പറയുന്നത് തബ്ലീഗുകാർ തൗഹീദ് പറയുന്നില്ല. തബ്ലീഗുകാരന്റെ ഇതിനു വേണ്ടിയിട്ടല്ല ഞാൻ ഒരു പ്രസ്ഥാനത്തെ അനുകൂലിച്ചുകൊണ്ടല്ല വന്നത്. ഞാൻ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ എങ്ങനെയൊക്കെ ചോദിക്കണ്ടേ, എവിടെയാണ് തബ്ലീഗുകാർ ഇത് പറയുന്നത്? CD പോലും ഇല്ല. എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ CD കാസറ്റ് കൊടുത്ത് അല്ലെങ്കിൽ പോസ്റ്റർ പതിച്ച് വീഡിയോ കാസറ്റ് കൊടുത്തിട്ട് ദാവത്ത് ചെയ്തിട്ടുള്ളത്? വീഡിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിത്രം എടുത്ത് പറഞ്ഞ കാര്യമാണ്. അത് എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ ചിത്രം എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ ദാവത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര പേരാണ് ഇത് കാരണം ഹിദായത്തിലേക്ക് വന്നിട്ടുള്ളത്? എത്രയോ സ്ഥലത്ത് പ്രൊജക്ട് വെച്ച് വാരിശയിലെ പ്രസംഗം ഏൽപ്പിക്കുന്നു. നമ്മളവിടെ പ്രസംഗം ഉണ്ടായിരുന്നു. എത്ര പേര് ഇസ്ലാമിലേക്ക് വന്നു, എത്രത്തോളം ആൾക്കാർ വന്നു. ഇത് ഇത്ര നടത്തുന്ന കാര്യമാണ്. ഈ വന്നവരൊക്കെ അവിടെ വന്നവരാണ്. എല്ലാവരും ഈ ആരും ജനിച്ചപ്പോൾ മുജാഹിദായി ജനിച്ചവർ ആകണം എന്നില്ല. ഇതിൽ 5% പോലും ഉണ്ടാവില്ല. മുജാഹിദായി ജനിച്ചവർ എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 8-10 ഉണ്ടെന്നുണ്ടാവും, അതുണ്ടാവാൻ സാധ്യതയില്ല. ഈ സ്റ്റേജിലാണെങ്കിൽ മാരിസലഫി ജനിച്ചത് മുജാഹിദാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനതല്ല. ഏകദേശം ഒട്ടുമിക്കാവുന്ന അവസ്ഥയാണ്. ഈ വായന കേട്ട് വന്നവർ തന്നെയാണ് എല്ലാവരും. AP അബ്ദുൽ ഖാദിർ അലി അടക്കം, PP അബ്ദുൽ ഖാദിർ അലി അടക്കം, അവരൊക്കെ ഹുസൈൻ സലഫി അടക്കം അങ്ങനെ വന്നവരാണ്. അപ്പോൾ എവിടെയാണ് മാറ്റി വെച്ച് കിടക്കുന്നത്? ഇസ്ലാമിലേക്ക് മറ്റ് നിന്നിട്ടുള്ളതാണ് ധാരാളമുണ്ട്, ധാരാളം. ക്രിസ്തു മതത്തിൽ നിന്ന്, ഹിന്ദു മതത്തിൽ നിന്ന്, മുസ്ലിം പ്രസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാം ധാരാളം ആയിരക്കണക്കായ ആളുകൾ പക്ഷെ എന്നാൽ ഇവിടെയും പ്രൊജക്ട് ചെയ്യാറുള്ളതേ ഉള്ളൂ. നമ്മളെവിടെയും കാണിച്ചിട്ട് അവർക്ക് ഇസ്ലാം സ്വീകരിച്ചതാണ് പറയാറില്ല. അതിന്റെ പേര് വേറെ ലാഭങ്ങൾ നമുക്കില്ല. ഈ സദസ്സിൽ പോലും ഉണ്ട് വിദ്യാഭ്യാസത്തിന് ആഴത്ത് കിട്ടി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ ഈ സദസ്സിലുണ്ട്, ദീൻ സ്വീകരിച്ചു വന്നവർ. അപ്പൊ അത് സത്യമാണ്. തബ്ലീഗ് ജമാഅത്തിന് വാപ്പ പോയി, അതിന് മുമ്പ് ശബരിമലയിൽ പോയിരുന്നു, തൗഹീദ് കിട്ടിയാൽ നല്ല കാര്യം. പക്ഷേ 3 മാസം കൂടെ പോയി, അത് നന്നായി.
ഒരു ദിവസം 2 ദിവസം 3 ദിവസം പോയാൽ അത് നടക്കൂല. അന്ന് വാപ്പ മരിച്ചാലോ കഴിയും ചെയ്തു. അതിനാണ് ആദ്യം തൗഹീദ് പങ്കെടുക്കുന്നത്. ആദ്യം തൗഹീദ് പങ്കെടുക്കണം. കാരണം എന്താ, 3 മാസം പോയിട്ട് ശരിയാക്കിക്കാൻ മുമ്പ് ഒരാൾക്ക് ആയുസത്തെന്ന് പറയാൻ കഴിയില്ല. ഒന്നാമത്തെ ദാവത്ത് പ്രവാചകൻ പഠിപ്പിച്ചതാണ് തൗഹീദ് പറയുക. പിന്നെ സീഡി ഇറക്കി ദാവത്ത് നടത്തിയിട്ടുണ്ടോ? ഇല്ല. മൈക്കുമില്ല. സീഡി മാത്രമല്ല, മൈക്കുമില്ല. ഇന്നത്തെ രൂപത്തിലുള്ള പള്ളികൾ ഉണ്ടോ? അതുമില്ല. മദ്രസയുണ്ടോ? ഇല്ല. താങ്കൾ ഇഫ്തിൽ ഇപ്പോൾ സ്ഥാപനത്തിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞു, അതിന് സ്ഥാപനം പ്രവാചകൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എല്ലാം ആ തരത്തിലേക്ക് വരണം. ചിത്രമെടുക്കുക വരാമോ? ശരി, അത് തലം എന്ത് ഓക്കെ, അതൊക്കെ അവർക്ക് പഠിക്കുന്ന വിഷയമാണ്. വിശദമായി നമുക്കെല്ലാം ചർച്ചയുണ്ട്. അത് എന്തെങ്കിലും ഉപയോഗിക്കുന്നു, എന്താണ് മാറ്റിവെക്കുന്നു, അത് മാറ്റിവെക്കാൻ സത്യം മാറ്റിവെക്കുന്നുണ്ട്. ഹറാമിന്റെ പരിധിക്ക് എത്തുമ്പോൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ഇപ്പൊ സാധാരണ വെക്കുന്നത് അനത്തുലാക്കാസ് പ്രസംഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ ഫോട്ടോ ഇതിലുണ്ടാവും. പുഴയിൽ പ്രസംഗിക്കാൻ പറ്റുകയാണെങ്കിൽ അയാളെ ഫോട്ടോ ഉണ്ടാവും ഫ്ലക്സിൽ. ഞങ്ങളാരും അവർ വെക്കാറില്ല. അയാളുടെ ശൈലം വെക്കാർക്കില്ല. ഇല്ല, നമ്മുടെ വീട്ടിൽ ചിത്രമില്ല. അത് സ്വീകരിക്കല്ലോ. ഇവർ മൊബൈലിലാണ് ചിത്രം. മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ആ മൊബൈൽ ചോദിക്കും പല ചിത്രം കിട്ടുന്നു. നിങ്ങൾ മൊബൈലിനെ വേണമെങ്കിൽ എന്തും കിട്ടും. ഒരു മൊബൈൽ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ക്യാമറ ഒന്നും വേണ്ട, ക്യാമറ ഒന്നും വേണ്ട. അതേപോലെ എല്ലാ രംഗത്തും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നില്ലേ? പതിനേഴാരും ലൈസൻസ് എടുക്കുന്നില്ലാതെ എനിക്കഭിപ്രായമില്ല. 17,000 ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നില്ലായിരുന്നോ? അനേറ്റകൾ എടുക്കുന്നില്ലായിരുന്നോ? പാസ്പോർട്ട് എടുക്കുന്നില്ലായിരുന്നോ? എനിക്കഭിപ്രായമില്ല. പാസ്പോർട്ട് എടുക്കുന്നില്ലേ? ഒരു ചിത്രമല്ലേ? അതെന്താണ് ന്യായം പറയാനുള്ളത്? ലൈസൻസ് എടുക്കുന്നില്ലേ? ഒരു ചിത്രമല്ലേ? എന്താണ് ന്യായം പറയാനുള്ളത്? അപ്പൊ അവിടെയൊക്കെ ഇസ്ലാമിന്റെ ചില കാഴ്ചപ്പാടുകൾ ഉണ്ട്. ലൈസൻസിനും പാസ്പോർട്ടിനും ഐഡന്റിറ്റി കാർഡിലും റേഷൻ കാർഡിലും ആധാരത്തിനുമൊക്കെ പറ്റാൻ എന്താണോ നമുക്ക് പരിധിയുള്ളത്, അത്തരം ചില പരിധികൾ ഈ ലോകത്തുമുണ്ട് എന്ന് പണ്ഡിതന്മാരിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് തന്നെയാണ് നമ്മൾ ഈ വഴി സ്വീകരിക്കുന്നത്. അല്ലാത്ത വഴികൾ ഉപേക്ഷിക്കാറുമുണ്ട്. അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കണം. വീട്ടിലേക്ക് പത്രങ്ങൾ പോലും എത്താൻ പറ്റില്ല. മാതൃഭൂമിക്കാരുടെ പത്രത്തിൽ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ നോക്കേണ്ട ആവശ്യമില്ല. ആ മാതൃഭൂമി നമ്മുടെ വീട്ടിൽ വിളിച്ചാൽ വേണ്ടി നമ്മൾ തീരുമാനിക്കേണ്ടി വരും. ആ വീട്ടിൽ പത്രം പറ്റൂല. നമ്മുടെ വീട്ടിൽ അത്രയും രീതിയൊന്നും പറ്റില്ല. എല്ലാം ഒഴിവാക്കേണ്ടി വരും. സ്കൂളിൽ പോകാൻ പറ്റില്ല. അദ്ദേഹം ശ്രദ്ധിക്കട്ടെ, അദ്ദേഹം ശ്രദ്ധിക്കട്ടെ. സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റില്ല. സ്കൂളിലെ പാഠപുസ്തകങ്ങളിൽ ചിത്രങ്ങളുണ്ട്, ഫത്തുകളുണ്ട്. അത്തരം പാഠപുസ്തകം പാടില്ല. അത്യാവശ്യം തല വിട്ട് ഒഴിവാക്കിയിട്ട് ബാക്കി ഉപയോഗിക്കാതാ ഈ സ്കൂളിൽ പഠിക്കുന്നത് നമ്മളൊക്കെ. അപ്പൊ പ്രായോഗിക തലങ്ങൾ അതുണ്ട്. ആ തല ആക്ഷേപിക്കുന്ന കോഴ്സ് ചെയ്യുന്ന പ്രായോഗിക തലങ്ങൾ ആ രംഗത്തുണ്ട്. പാടില്ല എന്ന് പറഞ്ഞ് എപ്പോൾ, എവിടെ, ഏതർത്ഥത്തിൽ, അത് നീളമുള്ള വഴികൾ ഏതൊക്കെ, അത് വലിയ വലിയ പണ്ഡിതന്മാർ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചകൾ കണ്ടും കേട്ടും വായിച്ചും പഠിച്ചും തന്നെയാണ് ഈ രീതിയിൽ നമ്മളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന വഴികൾ അനുവദിച്ചിരുന്നത്. ഇത് അതിൽ അപാകതയുണ്ടോ അത് വീണ്ടും പഠിക്കാനും തിരുത്താനും നമ്മളൊക്കെ സന്നദ്ധരുമാണ്. യാതൊരു മുൻധാരണകളും ആ വിഷയത്തിൽ ഇല്ല. അതുകൊണ്ട് ഇസ്ലാം എന്ത് പറയുന്നോ അത് സ്വീകരിക്കണം എന്ന് നമുക്കെല്ലാം അതിൽ താല്പര്യമുള്ളൂ. പക്ഷെ ഇവിടെ ബോധപൂർവം നമ്മൾ നേരത്തെ കണ്ട ആ ക്ലിപ്പുകൾ, ബുഖാരിയോ അല്ലെങ്കിൽ കുറുബി തങ്ങളോ, ഇവരൊക്കെ ബോധപൂർവം സമുദായത്തെ പറ്റിച്ച് പണം പിടിക്കാൻ വേണ്ടി മാത്രം, അവർക്ക് പോലും ഒരു വേറെ ശരിയല്ല എന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ പോലും സമുദായത്തെ വഞ്ചിക്കാനായി കൊല്ലങ്ങൾ കൃത്യമായി നടത്തി കോടാനുകോടി രൂപ പിരിച്ചെടുത്ത് സമുദായത്തെ വഞ്ചിക്കുമ്പോൾ ഇനി അവിടം പോയിട്ട് കൂടുതൽ കൗരം ചെയ്യാൻ എന്ന് പോകണമെന്ന് വിചാരിച്ച് ഇത് ഞങ്ങളോട് പറയാൻ പാടില്ല അർത്ഥമില്ല. അത് ജനങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇയാൾ ചെയ്ത് തട്ടിപ്പിതാണ്, ഇത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് നാം ഇവിടെ നിർവഹിക്കുന്നത് എന്ന് മാത്രം. ശരി, എന്റെ ചോദ്യം, മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങൾക്ക് വിധേയമാക്കാൻ കഴിയാത്ത കാര്യങ്ങളെ അഭൗതികമെന്ന് സാങ്കേതികമായി പറഞ്ഞാൽ അവരൊക്കെ ഷിർക്ക് ചെയ്തവരാകുമോ? ഉദാഹരണത്തിന് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മനസ്സിലാക്കിയ
അള്ളാഹുവിന്റെ അർശ്, സ്വർഗം, നരകം ഇവയെല്ലാം അഭൗതികം എന്ന് പറഞ്ഞവരെല്ലാം ശിർക്ക് ചെയ്തു. അഭൗതികം എന്ന പദം മലയാള ഭാഷയാണ്. മലയാള ഭാഷയിൽ അതിന് പല അർത്ഥങ്ങൾ ഉണ്ടാവും. കണ്ണിൽ കാണാത്തത് എന്ന അർത്ഥത്തിൽ അഭൗതികം പ്രയോഗിക്കാറുണ്ട്. അത് ആപേക്ഷികമായ അഭൗതികമാണ്. അത് അശ്വം കുറിച്ചും മാത്രം ചിലപ്പോൾ മനുഷ്യന്മാർ വരെ അഭൗതികമാവും. ആ അർത്ഥത്തിൽ മനുഷ്യന്മാർ വരെ ആ അർത്ഥത്തിൽ ചിലപ്പോ അഭൗതികമായി മാറും. ആ പ്രയോഗമാണെങ്കിൽ തെറ്റല്ല. എന്നാൽ തൗഹീദും ശിർക്കും പറയുന്ന തരത്തിലുള്ള അഭൗതികം അതല്ല. കാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് എന്നാണ്. ആ ഒരു അർത്ഥത്തിൽ അഭൗതികമായ കഴിവുകൾ അല്ലാതെ മാത്രം പ്രത്യേകതയാണ്. ഒരു സൃഷ്ടിക്കും അതില്ല. അത് ധാരാളം കഴിഞ്ഞകാല പ്രസിദ്ധീകരണങ്ങൾ തർക്കമില്ലാതെ നമ്മൾ എഴുതിപ്പോന്നതാണ്. കുഞ്ഞുങ്ങളുടെ ഇസ്ലാമിക ജീവൻ പേജ് 12, അമാനുമയുടെ കേരളയുടെ ഫത്തുകളെ ഈറെ പുറത്തിറക്കി പേജ് 130 മുതൽ 134 വരെ. അമാനുമയുടെ ഖുർആൻ പരിഭാഷയിൽ വിവിധ സ്ഥലങ്ങളിൽ ഉമർ നബിയുടെ ഫാത്തിഹ തീർത്ത് ഈയാക്കൽ സ്ഥലത്തിൽ വിശദീകരണം, ഈ കെഎം പന്നീരിന്റെ ജവാബ് എന്ന പുസ്തകം, സംവാദ മതപ്രകടനങ്ങൾ എന്ന പുസ്തകം, ഇങ്ങനെ തുടങ്ങി ധാരാളം ഗ്രന്ഥങ്ങളിൽ തൗഹീദും ശിർക്കും വേർതിരിച്ച് പഠിപ്പിക്കുന്നവർക്ക് ഉപയോഗിച്ച അഭൗതികമുണ്ട്. ആ അഭൗതികമായ കഴിവുകൾ റബ്ബിന് മാത്രമേ ഉള്ളൂ, ഒരു സൃഷ്ടിക്കുന്നില്ല. മലയാള ഭാഷ എന്ന അർത്ഥത്തിൽ കണ്ണിൽ കാണാത്തത് എന്നോ കാതുകൊണ്ട് കേൾക്കാൻ പറ്റാത്തത് എന്നോ ഒക്കെയുള്ള തരത്തിൽ വേണമെങ്കിൽ അഭൗതികം എന്ന് പറയാം. ഈ ജിന്ന് മലക്ക് അത് ആ വകുപ്പിലും പെടുന്നില്ല. ജിന്ന് മനുഷ്യരൂപത്തിൽ വന്നാൽ തന്നെ കാണാൻ കഴിയും. ജിന്നിന്റെ ശബ്ദം ചിലപ്പോൾ കേൾക്കാൻ പറ്റും. പ്രവാചകൻ പല ജോത്സ്യന്റെ കാതിൽ വന്ന് ജിന്ന് മന്ത്രിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവൻ അത് കേൾക്കുന്നുണ്ട്. നമ്മുടെ ശബ്ദം അങ്ങോട്ടും അവൻ കേൾക്കുന്നു. മൂന്നാല് വരുമ്പോൾ കാണാൻ കഴിയുന്നു. അപ്പോൾ പഞ്ചാബികൾക്കും ആ ഒരു അർത്ഥത്തിൽ അത് അപ്പുറത്തല്ല എന്നർത്ഥം. ആണെങ്കിലും അവർ അഭൗതികമാവുകയുമില്ല. തൗഹീദ് ശിർക്ക് വേർതിരിക്കുന്നതിനുള്ള അഭൗതികം കാലകാല ബന്ധങ്ങൾക്ക് അതീതമായതില്ല. ആ ഒരു അർത്ഥത്തിൽ റബ്ബിനെ കുറിച്ച് മാത്രമേ പ്രയോഗിക്കാൻ പറ്റൂ. അല്ലാത്തതിനെ പറ്റി പ്രയോഗിച്ചാൽ തെറ്റാണ്. മുൻഗാമിയായ നമ്മുടെ പണ്ഡിതന്മാർ ആരും പ്രയോഗിച്ചിട്ടില്ല. എന്നാൽ അമാനുമയുടെ പരിഭാഷയിൽ സൂറത്തുൽ ശുഅറായിൽ ജിന്ന് മലക്കിനെപ്പറ്റി അഭൗതികമായ പ്രയോഗമുണ്ട്. ഉമർ നബിയുടെ ഖുർആൻ പരിഭാഷയിൽ ആ പ്രയോഗം വന്നിട്ടുണ്ട്. അത് അള്ളാഹു നേക്കിനെ കണ്ടവരെ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് അവർ വാദിച്ചു. അള്ളാഹുവിനെ നേക്കിനെ കണ്ടെങ്കിലേ ഞങ്ങൾ വിശ്വസിക്കൂ. അതിന് മറുപടി പറഞ്ഞിടത്ത് ഉമർ നബി പറഞ്ഞു, കാണുന്ന സംഗതി പിന്നെ വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിവിടെ ഇന്ത്യയിൽ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് കാണില്ലേ. കാണാത്ത സംഗതിയാണ് വിശ്വസിക്കേണ്ടത്. കണ്ടതിന് വിശ്വസിക്കാൻ അർത്ഥമില്ല, അത് ബോധ്യമാണ്. കാണാത്തതാണ് വിശ്വസിക്കേണ്ടത്. അത് പറഞ്ഞെടുത്ത് ജിന്നും മലക്കും അർശും കുർസിയും നരകും സർവ്വം അള്ളാഹും എല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അഭൗതികം എന്ന പദപ്രയോഗവുമുണ്ട്. അതും ആ അർത്ഥത്തിലാണ്. അതല്ലാത്തൊരർത്ഥത്തിൽ അവരാരും അത് പ്രയോഗിച്ചിട്ടില്ല, പ്രയോഗിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വിശദമായതിന് അഭൗതികമെന്നോ കാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വലതയുമുള്ളവർ പറയുകയില്ല എന്നെഴുതി ആ ഒരു അർത്ഥത്തിലാണ്. ഇനി മത്സലഫി അദ്ദേഹത്തിന് തൊഴിലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മത്സലഫിന് സൂചിപ്പിക്കാനുണ്ട്. തബീയമായിട്ടുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറയും. നേരത്തെ പറഞ്ഞത് എത്രയാണ് ഇപ്പൊ 9ലേക്ക് എത്തി. അത്യാവശ്യ ചോദ്യങ്ങൾ ഏകദേശം ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് മത്സലഫിന്റെ സംസാരം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അല്ല, വളരെ അത്യാവശ്യമുള്ള പ്രധാനപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സമയം കൊടുക്കുകയും ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞ സമയം അവസാനിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സഹോദരന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഇപ്പൊ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനം വളരെ കൃത്യമായ ആദർശ വ്യതിയാനം തബ്ലീഗ് ജമാഅത്തിന് ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിൽ കൃത്യമായി എണ്ണി തൗഹീദിലുള്ള വ്യതിയാനം, അതേപോലെ തന്നെ സുന്നത്തുകളോടുള്ള സമീപനത്തിലുള്ള വ്യതിയാനം എല്ലാം കൃത്യമായി എണ്ണിക്കാണിച്ചു കൊടുക്കാൻ കഴിയും. തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ എതിർക്കുന്നതിന് ഒന്നാമത്തെ കാരണം അവർ തൗഹീദിൽ തന്നെ പിഴച്ചവരാണ്.
ഇതിന് എന്റെ വ്യക്തിപരമായ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. ഞാൻ മംഗലാപുരത്ത് ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഉള്ളാൾ എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങൾക്കറിയാം ഉള്ളാൾ ദർഗ. ആ ദർഗയുടെ തൊട്ടടുത്താണ് ഞാൻ ജോലി ചെയ്തിരുന്ന പള്ളി. ആ ഉള്ളാൾ ദർഗയുടെ തൊട്ടടുത്ത് തന്നെ തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനം നടന്ന വേളയിൽ എന്നെ അത് ഒരു നേതാവ് വെള്ളിയാഴ്ച ജുമ്മക്ക് വന്നു. ജുമ്മക്ക് ശേഷം എന്നെ ക്ഷണിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ തൗഹീദ് ശരിയല്ല. അദ്ദേഹം പറഞ്ഞു, എന്താണ് നിങ്ങൾക്കതിന് പറയാനുള്ള ന്യായം? ഞാൻ ചോദിച്ചു, ഒരൊറ്റ ചോദ്യം മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ. അയിനുള്ള അള്ളാഹു എവിടെ? അയാൾ പറഞ്ഞു, എല്ലാ സ്ഥലത്തും അള്ളാഹു ഉണ്ട്. ഇത് പറഞ്ഞത് തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു സാധാരണ പ്രവർത്തകനല്ല, കണ്ണൂർ ജില്ലയിലെ തബ്ലീഗ് ജമാഅത്തിന്റെ വലിയ ഒരു മൗലാന. അയാൾ ഔദ്യോഗികമായി ആ പള്ളിയുടെ ഇമാം എന്നുള്ളൊക്കെ എന്നെ ക്ഷണിക്കാൻ വന്നതാ. ഞാൻ പറഞ്ഞു, വിശ്വാസത്തോടുകൂടി അള്ളാഹു എല്ലാ സ്ഥലത്തുമുണ്ട് എന്ന് നിങ്ങൾ ഈമാൻ കൊണ്ടുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ കുഫ്ർ വന്നിരിക്കുന്നു. അയാൾ ഇതിന് ന്യായീകരിച്ചു. വഹുമാക്കും അയിനമാക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളെ കൂടെ ഉണ്ട് എന്നല്ല അള്ളാഹു പറഞ്ഞത്. സഹോദര, ഞാൻ അദ്ദേഹത്തിന് വളരെയധികം സംസാരിച്ചു. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുൽക്കിൽ ആയത്തുകളൊക്കെ ഓതി വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായില്ല. തബ്ലീഗ് ജമാഅത്ത് എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എന്താണ്? അള്ളാഹു എവിടെ എന്ന് ചോദിച്ചാൽ എല്ലാ സ്ഥലത്തുമുണ്ടെന്ന് പറയാൻ ഒരു അഹ്ലു സുന്നത്തിന്റെ അഖീദ സ്വീകരിച്ച ആളുകൾക്ക് കഴിയില്ല. മാത്രവുമല്ല, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അള്ളാഹു ആകാശത്താണോ ഭൂമിയിലാണോ എന്ന് എനിക്ക് അറിയില്ല എന്നൊരാൾ പറഞ്ഞാൽ പോലും അയാൾ കാഫിറായി പോകും എന്ന് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്പർ 1. രണ്ടാമത് ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി ആവശ്യപ്പെടും. ഞാൻ ആ പരിപാടിയിലേക്ക് വരണമെങ്കിൽ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. നിങ്ങളുടെ പരിപാടി നടക്കുന്ന ഉള്ളാൾ ദർഗയുടെ സമീപത്ത് വെച്ചുകൊണ്ടാണ്. നിങ്ങൾ ആ പരിപാടിയിൽ നിങ്ങളുടെ പരിപാടിക്ക് വരുന്ന ഒരുപാട് ആളുകൾ ആ ദർഗയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അവിടെ നടക്കുന്ന 2 ദിവസത്തെ പരിപാടി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉള്ളാൾ ദർഗയിൽ പോയി അവിടെയുള്ള ശേഖനോട് സയ്യിദ് മദനിയോട് പ്രാർത്ഥിക്കുന്നത് അത് ശിർക്കാണ് എന്ന് ഒരു പ്രസംഗത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു, അത് കഴിയില്ല. ഇതാണ് തബ്ലീഗ് ജമാഅത്തിന്റെ തൗഹീദ്. മനസ്സിലാവും? ഇനി മാത്രമില്ല, ഇവർ മൂന്നാമത്തെ നമ്മൾ എതിർക്കാനുള്ള കാരണം ഇസ്ലാമിൽ ഫളായിലുകൾ മാത്രമല്ലല്ലോ ഉള്ളത്. നമസ്കരിക്കണം നമസ്കരിക്കണം നമസ്കരിക്കണം. ശരി, നമസ്കരിക്കാൻ ഒരാൾ പള്ളിയിൽ കയറിയാൽ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? അത് തോന്നിയ രൂപത്തിൽ നമസ്കരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നമസ്കരിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ നിങ്ങൾക്ക് തോന്നിയ രൂപത്തിൽ പോലെ നമസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? നമസ്കരിക്കുന്നത് എപ്രകാരം നിങ്ങൾ കണ്ടോ അങ്ങനെ തന്നെ നമസ്കരിക്കണം. അങ്ങനെ തന്നെ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ നമസ്കാരം ശരിയാകില്ല. അപ്പോൾ ചില ആളുകൾ ചോദിച്ചേക്കാം, ഇത് ശാഖാപരമായ കാര്യമല്ലേ, നമസ്കരിക്കുന്നുണ്ടല്ലോ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ അള്ളാഹു അന്ത്യനാളിൽ കൊണ്ടുവരും. അയാൾ യുസല്ലി 60 സനതൻ, 60 വർഷക്കാലം അയാൾ നമസ്കരിച്ചിട്ടുണ്ടാകും. 6 കൊല്ലമല്ല, 6 ദിവസമല്ല, 6 മാസമല്ല, 60 കൊല്ലം അയാൾ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളുടെ ഒരു നമസ്കാരം പോലും അള്ളാഹു സ്വീകരിക്കുന്നില്ല. സഹാബത്തിന് അത്ഭുതമായി. നമസ്കരിക്കാത്തവൻ നരകത്തിലാണെങ്കിൽ ഏതായാലും പോകട്ടെ, 60 കൊല്ലം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് അയാളുടെ ഒരു നമസ്കാരം പോലും അള്ളാഹു സ്വീകരിച്ചില്ല. സഹാബത്തിന് അത്ഭുതമായി. സഹാബ് ചോദിച്ചു, എന്താ റസൂലേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ. ചില വേളയിൽ അയാളുടെ റുക്കൂ ശരിയാകും, അപ്പോൾ സുജൂദ് ശരിയാവൂല. സുജൂദ് ശരിയാകും, റുക്കൂ ശരിയാവൂല. എന്നാൽ തബ്ലീഗ് ജമാഅത്തിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഒരാളുടെ റുക്കൂ ചെയ്യുന്ന നിസ്കരിക്കുന്നുണ്ടല്ലോ, നിസ്കരിക്കാത്ത എത്ര ആൾക്കാരോടുണ്ട്? അപ്പോ അത് ഇസ്ലാമിന്റെ ശൈലിയല്ല. ഒരിക്കൽ മഹാനായ
അബൂബക്കർ ജറാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടൊരു മനുഷ്യൻ നമസ്കരിക്കുന്ന അയാൾ റുക്കൂ ശരിയായിട്ടില്ല. അദ്ദേഹം നമസ്കരിച്ചതിന് ശേഷം അയാൾ തിരിച്ചു വിളിച്ചു എന്ന് പറഞ്ഞു, മാ സല്ലൈത, നീ നമസ്കരിച്ചിട്ടില്ല. അയാൾ പറഞ്ഞു, നമസ്കരിച്ചിട്ടുണ്ടല്ലോ, ഈ നമസ്കാരം കൊണ്ട് നീ മരിച്ചുപോയാൽ മുത്തഅല ഗൈറിൽ മില്ല, റസൂലുള്ളാഹിന്റെ മില്ലത്തിൽ അല്ലാതെയാണ് നീ മരിച്ചു പോവുക എന്ന് ആ സഹാബി ആ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇത് നമസ്കാരത്തിന്റെ ഫളായിലുകൾ മാത്രം പറയുന്നു, നമസ്കാരത്തിന്റെ മസായിലുകൾ പറയുന്നില്ല. ഏത് കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. ഫളായിലുകൾ ഉണ്ടാകും, പക്ഷെ ആ ഫളായിലുകൾ മാത്രമല്ലല്ലോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, മസായിലുകളുണ്ട്. അഥവാ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, എവിടെയാണ് കൈവെക്കേണ്ടത്, പിന്നെ ഒരു മനുഷ്യൻ സുജൂദിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് മസ്അലകളുണ്ട്. കാരണം മസ്അലകൾ പറഞ്ഞാൽ ഖിലാഫ് ഉണ്ടാകും. അത് പിന്നെ അങ്ങോട്ട് ചിലപ്പോൾ ഷാഫിയുള്ള ആളുകൾക്ക് ഹനഫി മസ്അല പറ്റൂല. അപ്പൊ എല്ലാരും കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ടൊരു പിന്നെ ഒരു പായസം ഇസ്ലാം, ഇതൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ എന്തെങ്കിലും ഒരു ശിർക്കിന്റെ ലാഞ്ചനയുള്ള പ്രവർത്തനമോ വാക്കോ കണ്ടാൽ അത് ഉടനടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് തിരുത്തി കൊടുക്കും. ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ നിന്ന് ഒരാൾ പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, പ്രവാചകരെ അള്ളാഹു ഉദ്ദേശിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ചതും ഉണ്ടാകും. പ്രവാചകൻ അത് പിന്നേക്ക് മാറ്റിവെച്ചില്ല. ഏതായാലും അവൻ ഒന്ന് ശരിയാകട്ടെ, ഒരു 2-3 ജമാഅത്തിനൊക്കെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ശരിയാക്കി പിന്നെ അത് തിരുത്തി കൊടുക്കാമെന്ന് വെച്ചിട്ടില്ല, അപ്പോൾ തന്നെ തിരുത്തി കൊടുത്തു. ഈ പ്രവാചകന്റെ ശൈലി ഇവിടെ സ്വീകരിക്കുന്നവർ മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്തിന് മുജാഹിദുകൾ എതിർക്കുന്നത് അവിടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആള് കൂടുന്നുണ്ടോ കുറഞ്ഞില്ലോ നോക്കിയിട്ടല്ല. ഒരുപാട് ആളുകൾ കണ്ണുകൂടി ഒഴിവാക്കുന്നുണ്ടാകാം, പക്ഷേ അവരുടെ ദഅവത്തിന്റെ ശൈലി റസൂലുള്ളാഹിന്റെ ശൈലിയല്ല, സഹാബത്തിന്റെ ശൈലിയല്ല. അവരുടെ തൗഹീദ് ഇസ്ലാമിന്റെ തൗഹീദുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രം സൂചിപ്പിക്കുക.